എല്ലാവരും കേട്ടിയല്ലേ? നമ്മുടെ 7 ചുറ്റും വരുന്ന വാല്യൂ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ശരിയല്ലേ? അപ്പൊ കെ മാപ്പിൽ നമ്മുടെ 7 ചുറ്റും വരുന്ന വാല്യൂ ഏതാണ്? 3, 5, 6, 15. എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ? മുന്നോട്ട് പോയിക്കോട്ടെ. If A, B, C are the 3 variables, then Boolean expression y is equal to AB plus BC plus CA represents a 3-input majority gate, a 3-input minority gate, carry output of a full order, product circuit of a B and C. Carry of a full order correct ആണ്. വേറെ എന്താണ് വരുന്നത്? നമുക്ക് ആൻസർ വരുന്നത് എ 3 ഇൻപുട്ട് മജോറിറ്റി ഗേറ്റ്. ശരിയല്ലേ? കാരണം ഒരു 3 ഇൻപുട്ട് ഉള്ള ഇതില് നമ്മൾ പറയുന്നു ഇതില് വരുന്ന വാല്യൂസിൽ മജോറിറ്റി ഓഫ് ഔട്ട്പുട്ട് എ ബി ഉണ്ടെങ്കിൽ എ ബി സി, അതിൽ ഈ പറഞ്ഞ എ ബി പ്ലസ്, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് നമുക്ക് 3 വേരിയബിൾ ഉള്ളത്. ഇതിൽ 1 മജോറിറ്റി വരുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, ഗേറ്റിന്റെ ഔട്ട്പുട്ട് കിട്ടും. 3 ഇൻപുട്ട് മജോറിറ്റി ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പൊ എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്തായാലും 1 കിട്ടും. ഉദ്ദേശിച്ച് എന്താ ചോദിച്ചാൽ 3 ഇൻപുട്ടുള്ള ഒരു ഗേറ്റ്, ഇപ്പൊ ഇതേതാ ഗേറ്റ് ആൻഡെന്നൊന്നും എഴുതണ്ട, ഒരു ഗേറ്റ്, അതിൽ എ ബി സി എന്നുണ്ട്. അതിന്റെ അകത്തുള്ള ബോക്സിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതാണ് ഫംഗ്ഷൻ. ഒന്നുകൂടെ പറയാം. നമുക്ക് 3 വേരിയബിൾ ഉണ്ട്, എ ബി സി. ഇതിന്റെ അകത്ത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആൻഡ് ഗേറ്റ് 3 എണ്ണം. ഇത് 3 കൂടെ എങ്ങോട്ട് എടുത്തു കൊടുത്തു? നമ്മുടെ ഓർ ഗേറ്റിലോട്ട് കൊടുത്തു. ഈ ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് എന്താന്ന് ചോദിച്ചാൽ ഒന്ന് എ ബിയും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ കണക്ഷൻ ഇതുപോലെ തന്നെ കൊടുക്കുക. ഒന്ന് എ ബി, ഒന്ന് എ സി, ഒന്ന് ബി സി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എ ബി പ്ലസ് എ സി പ്ലസ് ബി സി. അതെന്ന് പറഞ്ഞ എന്താ അർത്ഥം? എയും ബിയും സിയില് 1ന്റെ വാല്യൂ മജോറിറ്റി വരുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്ത് കിട്ടും? 1 കിട്ടും. അതേ ഉദ്ദേശമുള്ളൂ. അപ്പൊ ആ പറയുന്ന എന്ത് തന്നെയാണിത്? മജോറിറ്റി 3 ഇൻപുട്ട് മജോറിറ്റി ഗേറ്റ് തന്നെയാണ്. അതേപോലെ തന്നെ ക്യാരി ഓഫ് ദി ഔട്ട്പുട്ട് ഓഫ് ദി ഫുൾ ഓർഡർ എന്ന് പറയുന്നു സെയിം തന്നെയാണ്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? സുജിത ക്ലിയർ ആയിട്ടായിരുന്നു അല്ലേ? ആൻസർ കിട്ടിയായിരുന്നു അല്ലേ? 1 and 3. യെസ്, സാലിക്കും കിട്ടി. റൈറ്റ്. സദനിക്കും കിട്ടിയായിരുന്നു അല്ലേ? ഓക്കെ, നിമിതയ്ക്ക് ഓക്കെയാണ്. ബാക്കിയുള്ളവർ പറഞ്ഞേ. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇത് the minimum number of 2:1 multiplexer required to realize the 4:1 multiplexer. നമ്മളിപ്പോ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ശരിയല്ലേ? വാല്യൂ എത്രയാണ്? പറയൂ. എല്ലാവർക്കും അറിയാം, സി ആണ് ആൻസർ അല്ലേ? നമുക്ക് ഈ പറഞ്ഞു വന്ന മിനിമം നമ്പർ എത്ര വേണ്ടത്? 3 ആണ് വേണ്ടത്. ഓക്കെ ആണ്. കാരണം നമ്മൾ പറഞ്ഞു ഓൾറെഡി 2:1 എടുത്തു, അതിൻ്റെ അകത്ത് വീണ്ടും 1ലേക്ക് വന്നു. ശരിയല്ലേ? നമ്മൾ ആദ്യം I0 I1 എടുത്തു, അവിടെ നിന്ന് നേരെ അങ്ങോട്ട് വന്നു, വീണ്ടും ഒരിടത്തോട്ട് വന്നു, ഫംഗ്ഷൻ എടുത്തു. എല്ലാവർക്കും ക്ലിയർ ആണ്? Boolean function f implemented by the figure using 2 input multiplexer is. എല്ലാവർക്കും കിട്ടിയില്ലേ? നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ, ഈയുടെ ഇക്വേഷൻ എന്ത് കിട്ടി? ഈ ഈയുടെ വാല്യൂ എന്ത് കിട്ടും? ബി ബാർ സി ബാർ പ്ലസ് ബി സി ബാർ, സോറി, ബി ബാർ സി പ്ലസ് ബി സി ബാർ. ഓക്കെ. ഇനിയും നമുക്കറിയാം ഇവിടെയാണ് 1, ഇവിടെ 0 ആണ്. അതുകൊണ്ട് ഇതിന്റെ ബാറുള്ള കേസ് എടുക്കണ്ട, ഇൻറ്റു എന്തുകൂടെ വരുള്ളൂ? എയുടെ വരും. നമുക്കറിയാം ഇതിന്റെ ഫംഗ്ഷൻ ഇപ്പോൾ ഒരു 2:1 മക്സ് ആണെങ്കിൽ ഇത് I0, ഇത് I1, ഇവിടുത്തെ വേരിയബിൾ എ ആണെങ്കിൽ ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എ ബാർ I0 പ്ലസ് എ I1. അതായിരിക്കണം ഇക്വേഷൻ. ശരിയല്ലേ? അപ്പൊ അതുപോലെ നമ്മൾ ചെയ്തതാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? പറഞ്ഞോന്നെ. ക്ലിയർ അല്ലേ? ഇക്വേഷൻ കൃത്യമായിട്ട് എഴുതി പോകും, അത്രേ ഉള്ളൂ അവിടെ കാര്യം. ബി ബാർ സി, ഈയുടെ ആൻസർ ബി ബാർ സി പ്ലസ് ബി സി ബാർ കിട്ടി, ഇൻറ്റു എന്തുകൂടെ വന്നു? എയുടെ വന്നു. ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ അല്ലേ? പറഞ്ഞു വരുന്നത്. ഇതിന്റെ ഔട്ട്പുട്ട് y ആയിട്ട് എടുക്കുക, അതിനുശേഷം ബാക്കി ചെയ്യാം.
ആദ്യം y കണ്ടുപിടിക്കുക, അതിന് ശേഷം ഇവിടെ ഒരു കാര്യം പറയട്ടെ, ജനറൽ ആയിട്ട് ഇക്വേഷൻ എഴുതി തന്നെ ശീലിക്കുക. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ആൻസർ വരും. അപ്പോൾ y ആദ്യം കണ്ടുപിടിച്ചു, ആ ഇക്വേഷൻ വേണം വീണ്ടും അപ്ലൈ ചെയ്യാൻ. ഓക്കെ അല്ലേ? ആൻസർ ആയി കിട്ടും അല്ലേ? റൈറ്റ്. സുഹൃത്തുക്കം കിട്ടിയല്ലേ? ഇക്വേഷൻ കൃത്യമായിട്ട് എഴുതി ശീലിക്കുക, അപ്പൊ ആൻസർ വരും. ആദ്യം പറഞ്ഞ y എത്ര കിട്ടി എല്ലാവർക്കും? y എത്ര കിട്ടി? ധന്യക്കും കിട്ടിയ ആൻസർ അല്ലേ? റൈറ്റ്. y എത്ര കിട്ടി എന്ന് പറഞ്ഞേ? യെസ്, a ബാർ ബി പ്ലസ് എ ബി ബാർ. റൈറ്റ്. അപ്പൊ ഇനി ആളുള്ള ചോദ്യം എന്താ ചോദിച്ചാൽ, 1ഉം 1ഉം ഉള്ള അടുത്ത വാല്യൂ എവിടെ വരുന്നത് നോക്ക്. വൈയും സിയും എ എക്സോർ ബി തന്നെ. റൈറ്റ്. സുഹിത സദന, എ എക്സോർ ബി തന്നെ. ആ എ എക്സോർ ബി കഴിഞ്ഞ അടുത്ത വീണ്ടും വരുന്ന വാല്യൂ നോക്ക്. നമ്മുടെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? വൈ എക്സോർ സി തന്നെ കിട്ടും. ശരിയാണോ പറഞ്ഞോന്നെ? അപ്പൊ ആൻസർ എന്തുവരും ചോദിച്ചാൽ, എക്സ് എന്ന് പറഞ്ഞ ആൻസർ എന്തുവരും? വൈ എക്സോർ സി കിട്ടൂലേ? അപ്പൊ ആക്ച്വലി പറഞ്ഞാൽ എ എക്സോർ ബി എക്സോർ സി. ഇനി അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഈ വാല്യൂ എഴുതുകയാണെങ്കിൽ വൈ എക്സോർ സി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞ ആദ്യം ഒന്ന് വാല്യൂ പറയുകയാണെങ്കിൽ ഈ 1 വന്നേക്കുന്ന I1 എന്ന് പറഞ്ഞ എന്താണ്? വൈ ബാർ സി. ശരിയാണോ? പ്ലസ് വൈ സി ബാർ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി എ വൈ എന്ന് പറഞ്ഞ എന്താണ്? എ എക്സോർ ബി ഓൾ ബാർ ഇൻറ്റു സി പ്ലസ് എ എക്സോർ ബി ഇൻറ്റു സി ബാർ. ഇവിടം വരെ ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ എ എക്സോർ ബി ഇൻറ്റു സി ബാർ എന്ന് പറഞ്ഞ എ ബാർ ബി സി ബാർ പ്ലസ് എ ബി ബാർ സി ബാർ. ഇപ്പൊ ഇതാണ് ഇപ്പൊ താഴോട്ട് എഴുതിയത്. ഇനി ഈ ടേം എഴുതുകയാണെങ്കിൽ നമുക്ക് പ്ലസ് എ ബാർ ബി ബാർ പ്ലസ് എ ബി ഇൻറ്റു സി എന്ന് പറയും. എ എക്സോർ ബി ബാർ എടുത്താൽ നമുക്ക് കണ്ട് എ എക്സ്നോർ ബി ആണ് കിട്ടുന്നത്. ശരിയല്ലേ? എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. എ എക്സോർ ബി ഓൾ ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാം? എക്സ്നോർ ബി. യെസ്, എക്സ് എന്ന് പറഞ്ഞാൽ എ എക്സോർ ബി എക്സോർ സി കിട്ടും. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താലും മതി. കൃത്യമായിട്ട് അപ്ലൈ ചെയ്താൽ അതായാലും ആൻസർ കിട്ടും.